സംസ്ഥാനത്ത് അതിശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. കനത്ത മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടം ഇന്ന് റിപ്പോർട്ട് ചെയ്തു. കണ്ണൂർ കണ്ണവത്ത് വീടിന് മുകളിൽ മരം വീണ് ഗൃഹനാഥൻ മരിച്ചു. കാസർഗോഡ് ഓടിക്കൊണ്ടിരുന്ന ബസ്സിന് മുകളിൽ മരം വീണ് 5 പേർക്ക് പരിക്കേറ്റു. കോഴിക്കോട് കട്ടിപ്പാറയിൽ മലയിടിച്ചിലുണ്ടായി. എറണാകുളം ജില്ലയിൽ എടവനക്കാട് പഴയങ്ങാട് മേഖലകളിൽ വീടുകളിൽ വെള്ളം കയറി. പൂയംകുട്ടി മണികണ്ഠൻചാൽ ചപ്പാത്തു മുങ്ങി. നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവള പരിസരത്ത് വെള്ളക്കെട്ട് രൂപപ്പെട്ട അവസ്ഥയിലാണ്. മോശം കാലാവസ്ഥയെ തുടർന്ന് ലക്ഷദ്വീപിൽ നിന്ന് നെടുമ്പാശ്ശേരിയിലെത്തിയ വിമാനം ബംഗളൂരുവിലേക്ക് വഴിതിരിച്ചുവിട്ടു. എറണാകുളം ജില്ലയിലെ മലയോര മേഖലയിലുണ്ടായ രാത്രി യാത്ര നിരോധിച്ചിരിക്കുകയാണ്. ഇരിങ്ങാലക്കുട പടിയൂരിൽ മിന്നൽ ചുഴലിയിൽ കനത്ത നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഇന്ന് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. 9 ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അലക്സ് റാമുഹമ്മദ് വിവരങ്ങളുമായി ചേരുന്നു തിരുവനന്തപുരത്ത് നിന്നും. അലക്സ്, എന്താണ് ഏറ്റവും പുതിയ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ? ശക്തമായ മഴ മണിക്കൂറുകളായി പെയ്യുന്ന സാഹചര്യം പ്രത്യേകിച്ചും മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും ഒക്കെ ഉണ്ട്. ഇനിയിപ്പോൾ എന്താണ് വരാൻ പോകുന്ന അടുത്ത മണിക്കൂറിലെ കാലാവസ്ഥാ പ്രവചനം? ഒപ്പം തന്നെ വരും ദിവസങ്ങളിലെല്ലാം ഇതേ കാലാവസ്ഥ തുടരുമെന്നാണോ കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്? സംസ്ഥാനത്ത് നിന്ന് അതിശക്തമായ മഴയും കാറ്റും തുടരാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. ഇന്ന് 14 ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിൽ തന്നെ വടക്കൻ കേരളത്തിലെയും മധ്യ കേരളത്തിലെയും തെക്കൻ കേരളത്തിലെ ചില ജില്ലകൾ ഉൾപ്പെടെ ഓറഞ്ച് അലർട്ട്, അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത്. 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുണ്ട്. ആകെ 14 ജില്ലകളിലും മഴ മുന്നറിയിപ്പുള്ളതിലാണ് 9 ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 11 മുതൽ 20 സെന്റിമീറ്റർ വരെ മഴയ്ക്കുള്ള സാധ്യത ഈ 9 ജില്ലകളിലുണ്ട് എന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. ശക്തമായ മഴയ്ക്കുള്ള സാധ്യത ഈ ജില്ലകളിൽ ഉണ്ട് എന്ന് പ്രവചനമുണ്ട്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മണിക്കൂറിൽ പരമാവധി 50 മുതൽ 60 കിലോമീറ്റർ വരെ വേഗതയിലൊക്കെ വീശിയടിച്ചേക്കാവുന്ന കാറ്റിനാണ് സാധ്യത. പലയിടങ്ങളിലും, പ്രത്യേകിച്ച് മലയോര മേഖലയിലും വടക്കൻ കേരളത്തിലും ശക്തമായ കാറ്റിന് അല്ലെങ്കിൽ ചിലയിടങ്ങളിൽ അതിശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. മരങ്ങൾ കടപുഴകി വീണുള്ള അപകടങ്ങൾ വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകുകയും ചെയ്യുന്നുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ കടലിലെ മോശം കാലാവസ്ഥയെ തുടർന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും കടലേറ്റത്തിനും സാധ്യതയുണ്ട്. അത്തരത്തിൽ കനത്ത ജാഗ്രത തുടരേണ്ടതുണ്ട്. പക്ഷേ നാളത്തേനു ശേഷം തെക്കൻ കേരളത്തിലെ മഴ ദുർബലമാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലുമായിരിക്കും നാളെ മുതൽ അടുത്ത 3 ദിവസം ശക്തമായ മഴയ്ക്കുള്ള സാധ്യത ഉള്ളത്. ഏതാണ്ട് 9 ജില്ലകളിൽ നാളെ മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലുമായി 9 ജില്ലകളിൽ നാളെ യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ജാഗ്രത തുടരണം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ച് മഴയ്ക്കൊപ്പം കാറ്റിനെ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ ഘട്ടത്തിൽ. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഒരു ന്യൂനമർദ്ദം ഈ ഝാർഖണ്ഡ്, ഛത്തീസ്ഗഡ് തീരത്ത് നിലനിൽക്കുന്നുണ്ട്. ഇതിൻ്റെ സ്വാധീനമായി ഗുജറാത്ത് തീരം മുതൽ വടക്കൻ കേരള തീരം വരെ ന്യൂനമർദ്ദ പാത്തിയും സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇവയുടെ സ്വാധീനമാണ് സംസ്ഥാനത്ത് ഈ വിധത്തിൽ കാലവർഷം സജീവമാകാനും കാറ്റിങ്ങനെ കനത്ത് വീശാനും കാരണമായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. ശരി, അലക്സ് റാം മുഹമ്മദാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്.